ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമോ? അബ്ബാ പിതാവേ എന്ന പദം നമ്മുടെ പിതാവിനെ ഏറ്റവും കൂടുതൽ അടുപ്പത്തിൽ വിളിക്കുന്ന ഒരു പദമായാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ പപ്പ, ഡാഡി, അപ്പച്ച എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ. പുതിയ നിയമത്തിൽ 3 ഇടങ്ങളിലാണ് ഈ പദം നാം കാണുന്നത്. മാർക്കോസ് 14:36 കേൾക്കൂ. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ യേശു തൻ്റെ കഠിനമായ വേദനയുടെ സമയത്ത് പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായാണ് സന്ദർഭം. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണല്ലോ യേശു. യോഹന്നാൻ 3:16 അതുണ്ട്. യെശയ്യാവ് 9:6, സങ്കീർത്തനം 2:7 ഈ വചനഭാഗങ്ങളിൽ പുത്രനെന്നും മകനെന്നും പറഞ്ഞിരിക്കുന്നു. മത്തായി 3:17 സ്നാനമേറ്റ യേശുവിനെ എൻ്റെ പ്രിയപുത്രനെന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി എന്നെഴുതിയിരിക്കുന്നു. ഇങ്ങനെ പ്രിയപുത്രനായ യേശു പിതാവായ ദൈവത്തെ വിളിച്ച പദമാണ് അബ്ബാ പിതാവേ എന്ന്. എന്നാൽ നമുക്ക് അങ്ങനെ ദൈവത്തെ വിളിക്കാൻ അവകാശമുണ്ടോ? റോമർ 8:15 കേൾക്കൂ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്നല്ലേ. അപ്പോൾ നമുക്ക് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാം. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നത് കണ്ടത് സ്നാനമേറ്റപ്പോഴാണ്. യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട അപ്പസ്തലന്മാരിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി. യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകും. ഗലാത്യർ 4:6 ശ്രദ്ധിക്കൂ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. എപ്പോഴാണ് നാം ദൈവമക്കളാകുക? ഗലാത്യർ 3:26-27 കേൾക്കൂ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:12-13 ശ്രദ്ധിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇതിൽ നിന്നും ഭൂമിയിൽ ജനിച്ച നമുക്ക് ദൈവമക്കളാകാൻ കഴിയില്ലല്ലോ. യേശു യോഹന്നാൻ 3:5 പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല എന്ന്. നിക്കോദേമോസിനോടാണ് അത് പറയുന്നത്. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ആകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതായത് ഒരു പുതിയ ജനനം നടക്കുന്നു, അല്ലാതെ ജഡപ്രകാരമുള്ള ജനനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആളുകൾ പറയാറുണ്ട്, പക്ഷെ ബൈബിൾ പറയുന്നില്ല. മറിച്ച് നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആദാമിനെ ദൈവത്തിൻ്റെ മകനെന്ന് പറയുമ്പോൾ ആ അവകാശം പോയി. മനുഷ്യവർഗം സൃഷ്ടികളായി മാറി. പിതാവായ ദൈവം സ്വന്തം പുത്രനെ നൽകി നമുക്ക് മക്കളാകാൻ ഇപ്പോൾ അവസരം നൽകിയിട്ടുണ്ട്. യേശുവിനെ കൈക്കൊണ്ടാൽ, യേശുവിലുള്ള ദൈവാത്മാവിനെ സ്വീകരിച്ചാൽ വീണ്ടും നാം ദൈവമക്കളാകും. അപ്പോൾ നമുക്ക് സൃഷ്ടാവായ ദൈവത്തെ യേശുവിനെ പോലെ തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനാകും. ഇവർക്കുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അവകാശങ്ങൾ. ഈ ഭൂമിയിലെ ജീവിതം പൂർണ്ണതയുള്ളതായിരിക്കണമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ഈ ഭൂമിയിലെ ഇന്നുള്ള ജീവിതത്തിന് ശേഷം ദൈവമക്കൾക്കൊരു പൂർണ്ണതയുള്ള ജീവിതം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വെളിപ്പാട് 21:1-5 വരെയും 22:1-5 വരെയും വായിക്കുക. യേശു ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവനിലൂടെ നമുക്ക് വീണ്ടും ജനിക്കാനാകൂ. റോമർ 10:9 കേൾക്കൂ. യേശു കർത്താവാണെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിനാലുള്ള പുതിയ ജീവിതം ഒരു അത്ഭുതമാണ്.
വചനം കേൾക്കുന്നവർ മാത്രമായിരിക്കില്ല, പ്രവർത്തിക്കുന്നവർ കൂടി ആയിരിക്കും. കേൾവിക്കാർ എന്ന നിലയിൽ നിന്നും മാറി അതനുസരിച്ച് ജീവിക്കുന്നവർ എന്ന നിലയിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാകും. പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.